ഹരേ കൃഷ്ണ. ഹനുമാനും ഭീമനുമായുള്ള കഥാഭാഗമാണ് ഞാനിവിടെ പറയുന്നത്. രാമാവതാരം സമ്പൂർണമായി ദർശിച്ച ശേഷം പടുകിഴവനായി തീർന്ന ഹനുമാൻ കദളീവനം കാത്ത് കഴിഞ്ഞു വരികയായിരുന്നു. ഒരിക്കൽ പാണ്ഡുപുത്രനായ ഭീമസേനൻ പാഞ്ചാലിയോടൊപ്പം സ്വൈരസല്ലാപങ്ങളിൽ മുഴുകിയിരിക്കുമ്പോൾ എവിടെ നിന്നോ ഒരു സുഗന്ധപുഷ്പം കാറ്റിലൂടെ പറന്നു വന്ന് ദ്രൗപദിയുടെ മടിത്തട്ടിൽ പതിച്ചു. ആ പുഷ്പത്തിൻ്റെ മനോഹാരിതയും ആകർഷണവുമായ നിറവും ആരെയും മയക്കുന്ന സുഗന്ധവും പാഞ്ചാലിയെ ആകർഷിച്ചു. ആ പുഷ്പങ്ങളിൽ ചിലത് തനിക്ക് കിട്ടിയെങ്കിലെന്ന് പാഞ്ചാലി ആഗ്രഹിച്ചു. അവൾ ആ പുഷ്പത്തിൻ്റെ ഗുണവിശേഷങ്ങൾ ഭീമസേനന് വർണ്ണിച്ചു കൊടുത്തു. പിന്നെ അതിവിടെ നിന്നെങ്കിലും കിട്ടുമെങ്കിൽ അതത്രയും പെട്ടെന്ന് തനിക്ക് കൊണ്ടുവരത്തരാൻ വേണ്ട ഏർപ്പാടുണ്ടാകണമെന്ന് വിചാരിച്ചുകൊണ്ട് പാഞ്ചാലി ഭീമസേനനോട് പറഞ്ഞു, നാഥ, അങ്ങ് ഈ പുഷ്പം കാണുന്നില്ലേ? അത് കേട്ട് ഭീമൻ ആ പൂവിനെ നോക്കി കൊള്ളാം എന്ന് പറഞ്ഞു. അപ്പോൾ പാഞ്ചാലി പറഞ്ഞു, പ്രഭോ, അങ്ങ് ഈ മനോഹരമായ പുഷ്പം ഒന്ന് മണത്തു നോക്കൂ. എന്തൊരു മണമാണിതിന്! ഇതിൽ ചിലത് എനിക്ക് കിട്ടിയെങ്കിൽ എന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. അങ്ങ് വിചാരിച്ചാൽ ഇതിൻ്റെ ചെടി തന്നെ മൂടോട് കൊണ്ടുവരുവാൻ സാധിക്കും. ദ്രൗപദിയുടെ ഇങ്ങനെ പറഞ്ഞ് ഭീമസേനൻ അവളെ ആശ്വസിപ്പിച്ചു. ദ്രൗപദി, നിന്റെ ആഗ്രഹം ഞാൻ സാധിച്ചു തരാം. ഈ വിശിഷ്ട പുഷ്പം ഈ ലോകത്തെവിടെയുണ്ടെങ്കിലും ഞാനത് തേടി പിടിച്ചുകൊണ്ട് തരാം എന്ന് പറഞ്ഞിട്ട് ഭീമസേനൻ തൻ്റെ ഗദയും തോളിലേറ്റി യാത്ര തിരിച്ചു. പൂക്കളുടെ മണം വരുന്ന ദിക്കിനെ ലക്കാക്കി ഭീമസേനൻ ഉത്തരദിക്കിനെ ലക്ഷ്യമാക്കി നടന്നു. തൻ്റെ സഹോദരനായ ഭീമസേനൻ കല്യാണ സൗഗന്ധികമെന്ന പുഷ്പം അന്വേഷിച്ച് പുറപ്പെട്ടിരിക്കുന്ന വിവരം ജ്ഞാനദൃഷ്ടിയാൽ ഗ്രഹിച്ച ഹനുമാൻ അവനെ സഹായിക്കുന്നതിനായി ഹിമവൽ പർവ്വത താഴ്വരയിലേക്ക് തിരിച്ചു. സർവശക്തനെന്ന ഭീമന്റെ അഹങ്കാരം ഒന്ന് ശമിപ്പിക്കണമെന്നും ഹനുമാൻ നിശ്ചയിച്ചു. കല്യാണ സൗഗന്ധികം തേടി വരുന്ന ഭീമസേനന് മാർഗ തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് ഒരു വൃദ്ധനായ വാനരനായി വഴിമധ്യത്തിൽ അവശനായി ഹനുമാൻ കിടന്നു. വളരെ ദൂരം സഞ്ചരിച്ച് ഹിമവൽ പ്രാന്തത്തിലെത്തിയ ഭീമൻ തനിക്ക് മാർഗ തടസ്സം സൃഷ്ടിച്ചുകൊണ്ട് കിടക്കുന്ന വാനരനെ കണ്ട് കുപിതനായി. മൂളിക്കുരങ്ങന്റെ ധിക്കാരം ഭീമന് തീരെ പിടിച്ചില്ല. വഴിമാറി കൊടുക്കാൻ കോപത്തോട് ആജ്ഞാപിച്ചു. ഹേ, നമ്മുടെ മാർഗെ കിടക്കുന്ന വർക്കട, നീ ഇവിടെ നിന്ന് വെണീറ്റ്